വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് സജീവമായി ഇടപെടുന്ന സംഘടനകളിലൊന്നാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ. അതിജീവിതർക്കായി എറൈസ് മേപ്പാടി എന്ന പേരിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ്. 100 പേർക്കാണ് സ്വയം തൊഴിൽ പദ്ധതി തയ്യാറാക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ഉപജീവനം നിലച്ച 77 കച്ചവട സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 1.5 കോടി രൂപയുടെ പദ്ധതിയാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചത്. 2 കോടി രൂപ വകയിരുത്തി 100 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയും അവതരിപ്പിച്ചു. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഭവനം, തൊഴിൽ, ഉപജീവനം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ കൂട്ടിച്ചേർത്തതാണ് പുനരധിവാസ പദ്ധതി. മേപ്പാടിയിലും പരിസര പ്രദേശങ്ങളിലുമായി സൂപ്പർ മാർക്കറ്റ്, ഹോട്ടൽ, ബേക്കറി, പച്ചക്കറി സ്റ്റാൾ, ചിക്കൻ സ്റ്റാൾ, വർക്ക്ഷോപ്പ്, സ്റ്റേഷനറി, ടെക്സ്റ്റൈൽസ്, ബാർബർ ഷോപ്പ്, സ്റ്റുഡിയോ, മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയുള്ള സംരംഭങ്ങൾ സംഘടന വഴി സാധ്യമായി. ഓട്ടോറിക്ഷയടക്കം നിരവധി വാഹനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. 20 കോടിയുടെ ആ പുനരധിവാസ പദ്ധതികളിൽ ഏറ്റവും മുഖ്യമായ ഒരു പദ്ധതിയുടെ പൂർത്തീകരണ പ്രഖ്യാപനമാണ് ഇന്നേ ദിവസം നടക്കുന്നത്. അതോടൊപ്പം 100 പേർക്ക് സ്വയം തൊഴിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും കൂടിയാണ് ഇന്ന് നടക്കുന്നത്. കമ്മ്യൂണിറ്റി സെന്ററും ഉൾപ്പെടെയുള്ള പുനരധിവാസ പ്രൊജക്ട് 4 ഏക്കർ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ 2ാം വാർഡിൽ അതിന്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം IC ബാലകൃഷ്ണൻ MLA നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനവും, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ബാബു സ്വയം തൊഴിൽ പദ്ധതി പ്രഖ്യാപനവും നിർവഹിച്ചു. 24 വയനാട്.